ക്രിസ്മസ് ആയിട്ട് പിന്നെ പുത്തമ്പള്ളി ഭാഗത്തേക്കൊന്നും പോയില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. ഈ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല കുറെ നാൾ ശേഷം മാറിയിരിക്കലായിരുന്നു. അതിനുശേഷമുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറയും. പിന്നെ പിള്ളേരുകൾ പുത്തമ്പള്ളി കണ്ടു തിരിഞ്ഞു നോക്കണില്ലേ. പിന്നെ പെണ്ണിനാണെങ്കിൽ ഒരു കൊമ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, മേടിച്ചൊരു കൊമ്പ്. ഒരു കൊമ്പ് മേടിച്ചപ്പോൾ നമ്മുടെ ചുന്ദരിക്ക് മേടിച്ചില്ല എന്ന് പരാതി, അപ്പോൾ അതിനൊരു കൊമ്പ്. പിന്നെ ഫാമിലിയായിട്ട് 2 ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത സ്ഥിതിക്ക് പിന്നെ കറങ്ങാനുള്ള മൂടായി. പിന്നെ പുത്തമ്പള്ളിക്ക് ചുറ്റും കറങ്ങാൻ നടക്കുന്ന സമയത്താണ് ഒരു ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ഒരാഗ്രഹം ഐസ്ക്രീം അതെന്നാലും ഒന്നും പിന്നെ നോക്കിയില്ല, ഐസ്ക്രീം അതൊന്നും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നടക്കാനായിട്ട് കുറച്ചധികം ഉണ്ടായി. നല്ല ഭംഗിയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് നേരെ പോകണമെന്ന് അറിയണില്ല. നല്ല നല്ല LED ബൾബുകളും പുതിയ ടെക്നോളജി. പിന്നെ നമ്മുടെ സ്റ്റീവേട്ടൻ്റെ ആദ്യത്തെ ക്രിസ്മസാണ്. അതവൻ്റെ സന്തോഷം മുഖം നോക്കി കണ്ടവനെ അവിടെ എന്താ അന്തസ്. പിന്നെ അവിടെ നിന്ന് വീണ്ടും നടക്കുമ്പോഴും പുതിയ അടിപൊളി നക്ഷത്രങ്ങളും അപ്പൂപ്പന്മാരുണ്ടാക്കി വെച്ചേക്കണതും. പിന്നെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള LED ബൾബുകളും കാണാൻ നല്ല രസമുണ്ട്, കളർഫുള്ളായിട്ട്. ഈ നക്ഷത്രത്തിൻ്റെ ഒക്കെ വില ചോദിച്ചു ഒന്നും മേടിച്ചൊന്നുമില്ല, കാരണം കഴിഞ്ഞ കൊല്ലം നമ്മുടെ 2 സാധനം മേടിച്ചിരിക്കുന്നുണ്ടെന്ന്. പിന്നെ ഈ പ്രാവശ്യം മേടിക്കാൻ തന്നില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് ലാഭമായി. വില ചോദിച്ചു, അത് മാത്രമല്ല കടയിലും കയറി ചോദിക്കില്ലായിരുന്നു. എന്താ സുഖം. വില ചോദിക്കുമ്പോൾ പണ്ട് മേടിച്ചേട്ട ലാഭം ഇപ്പം ഭയങ്കര ഷോക്കാന്നുള്ള പോലെ. ചിലത് കണ്ടപ്പോൾ മേടിച്ചാലോ എന്നൊക്കെയുണ്ട്. രൂപങ്ങളിലൊക്കെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അക്രമമാണ്. കഴിഞ്ഞോടത്തുള്ള ഞാനോട് പിന്നെ നോക്കാമെന്നില്ല, എല്ലാം കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അപ്പൂപ്പം കാലത്തടിക്കുന്നു. എൻ്റെ പൊന്നെ ഇതെന്ത് പറ്റിയെന്ന് വെച്ചു. ടെക്നോളജി എന്താ ചെയ്യാൻ. ഓരായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും പുത്തമ്പള്ളിയിൽ അവിടെ രക്ഷയില്ല. നോക്കിയ സമയത്ത് ഒറിജിനൽ അപ്പൂപ്പം വന്നേക്കുന്ന ഒരു ഫോട്ടോ എടുക്കടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. ഫോട്ടോ എടുക്കാൻ ആദ്യം വിളിച്ചപ്പോൾ ചെന്നില്ല. പിന്നെ മടിക്കാരൻ നമുക്ക് ടാറ്റ കൊടുത്തിട്ട് അങ്ങോട്ട് വിട്ടു. പിന്നെ വീണ്ടും പുത്തമ്പള്ളിയിൽ അവിടെ നിന്ന് കറങ്ങി 2-3 ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇനി എന്തൊരു പരിപാടി, പള്ളിയിലേക്ക് കടച്ചേ അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് വിടാം. അപ്പോൾ ഒന്നുമില്ല. പിന്നെ പോണ സമയത്ത് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എന്താ കാര്യം. അവർ ചായയും കുടിച്ചു നേരെ അങ്ങോട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ ബൈ.